പിന്നെ സന്ദീപിനെ കാണിച്ച് ഞാനും അവളെ ഒന്ന് വരട്ടിയല്ലോ. ഇപ്പൊ എല്ലാം നമുക്ക് അനുകൂല. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ സന്ദീപിനെ പിടിച്ചു വാങ്ങിത്തരുമെന്ന്. അതുതന്നെയാ സത്യത്തിൽ ചെയ്യുന്നത്. നാളെ ഈ സമയത്ത് നീ സന്ദീപിന്റെ ഭാര്യയായിരിക്കും. ആ, പരുവപ്പെട്ട് വരുന്നുണ്ട്. കുറച്ച് ദേഹം നോവിക്കേണ്ടി വന്നു ആ അജയനെ കൊണ്ട്. ഞാനാണ് ഇതിന്റെയൊക്കെ പിന്നിലെന്ന് ആർക്കും അറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. രാവിലെ എത്തണം നീ. ബാക്കി എല്ലാ കാര്യങ്ങളും നല്ല വെടിപ്പായിട്ട് ചേച്ചി ചെയ്തു തന്നേക്കാം. അപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. രാവിലെ എത്തണം നീ. അപ്പൊ നാളെ മുതൽ ഇവിടെ മൂത്ത മരുമകളുടെയും ഇളയ മരുമകളുടെയും ഭരണം തുടങ്ങാം. നീ നാളെ സന്ദീപിന്റെ ഭാര്യയായി വലതുകാല് വെച്ച് കയറാൻ പോകുന്നത് നെല്ലിശ്ശേരി വീടിന്റെ ചവിട്ടുപടിയിലല്ല, അർച്ചന എന്ന് പറയുന്നവളുടെയും ആതിര എന്ന് പറയുന്നവളുടെയും നെഞ്ചത്താ. നീ നോക്കിക്കോ, ഇനി അങ്ങോട്ട് നെല്ലിശ്ശേരി വീടൊരു ഭ്രാന്താലയാവും. ഭ്രാന്താലയ ആക്കും ഞാനും നീയും കൂടി. നീ നാളെ സന്ദീപിന്റെ ഭാര്യയായി വലതുകാല് വെച്ച് കയറാൻ പോകുന്നത് നെല്ലിശ്ശേരി വീടിന്റെ ചവിട്ടുപടിയിലല്ല, അർച്ചന എന്ന് പറയുന്നവളുടെയും ആതിര എന്ന് പറയുന്നവളുടെയും നെഞ്ചത്താ. നീ നോക്കിക്കോ, ഇനി അങ്ങോട്ട് നെല്ലിശ്ശേരി വീടൊരു ഭ്രാന്താലയാവും. ഭ്രാന്താലയ ആക്കും ഞാനും നീയും കൂടി. തനിക്കെന്താ പെട്ടെന്നൊരു ടെൻഷൻ? ഏയ് ഒന്നുമില്ല സച്ചേട്ടാ. ആ, ഞാൻ വിശ്വസിച്ചു. കുറെ നാളായിട്ട് താൻ പറയുന്നൊക്കെ വിശ്വസിക്കലാണല്ലോ എന്റെ ജോലി. ചില അപ്രതീക്ഷിത സംഭവങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ മനസ്സങ്ങ് മരവിച്ചു പോകുന്ന പോലെ. എന്നാ എന്റെ മനസ്സിൽ ഒരു ടെൻഷനും ഇല്ല. ഇന്നത്തോടെ എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കുന്നത് താൻ പറഞ്ഞില്ലേ. ഒന്നും കാണാതെ താനത് പറയില്ലെന്ന് എനിക്കറിയാം. ആ ഒരു ധൈര്യത്തിലാ ഞാൻ നിശ്ചയത്തിന് റെഡിയായത്. എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കാന്ന് ഞാൻ സച്ചേട്ടനെ ആശ്വസിപ്പിക്കാൻ പറഞ്ഞെങ്കിലും ഇപ്പോഴും അതെങ്ങനെയെന്നുള്ളത് എന്റെ മനസ്സിലെ വലിയൊരു ചോദ്യം. അപ്പോ താൻ എന്നെ ആശ്വസിപ്പിക്കാൻ മാത്രം പറഞ്ഞാണോ അതൊക്കെ? അപ്പോ നമ്മൾ വിചാരിച്ച പോലെ നടക്കില്ലേ? നടക്കും. അത് നടത്താനും അറിയാം എനിക്ക്. പക്ഷെ അത് വലിയൊരു പ്രശ്നത്തിലെ അവസാനം ചെന്നെത്തു. ഒരുപക്ഷെ കൊലപാതകം തന്നെ നടന്നേക്കാം. എല്ലാത്തിനും ഒരു തീർപ്പ് എന്ന് ഞാൻ കരുതുമ്പോഴൊക്കെ എന്നെ പുറകോട്ട് വലിക്കുന്ന ഒരു കാര്യം അത്. താൻ എന്തൊക്കെയാ പറയുന്നേ? കൊലപാതകോ? അതിന് മാത്രം എന്ത് പ്രശ്നം നമുക്ക്? സന്ദീപിനെ കാണാതായതും ഇതുവരെ ഒരു വിവരവും കിട്ടാതിരുന്നതും വലിയൊരു ശത്രുതയുടെ മറുവശമാണ് സച്ചേട്ടാ. ഒറ്റയടിക്ക് എല്ലാം അവസാനിപ്പിച്ച് പിന്നീട് അങ്ങോട്ട് മനസ്സമാധാനം ഇല്ലാത്ത ജീവിതം ജീവിക്കുന്നതിനേക്കാളും നല്ലത് ശത്രുക്കളെ അടിയറവ് പറയിച്ച് അവരെ കൊണ്ട് തന്നെ എല്ലാം ഏറ്റു പറയിച്ച് മനസ്സമാധാനത്തോടെ ജീവിക്കുന്നതല്ലേ. ഇലയ്ക്കും മുള്ളിനും കേടുവരാത്തൊരു പ്രശ്ന പരിഹാരം. അത് എൻ്റെ ഒരു ആഗ്രഹമായി തുടരുന്നതുകൊണ്ടാണ് തിരിച്ചടികളും ശിക്ഷാവിധികളും താമസിക്കുന്നത്. എല്ലാത്തിനും അവസാനം എന്നത് നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ളതായിരിക്കണം. നഷ്ടപ്പെടലിന്റെ വേദനയാവരുത്. താൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ എനിക്ക് പേടിയാവുന്നു. മുഴുവൻ മനസ്സിലായതുമില്ല. മനസ്സിലായത് ഇത്രയേ ഉള്ളൂ. താൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് അവന്തികടത്തെ കുറിച്ചല്ലേ? അവന്തികടത്തെ കൊല്ലുമെന്നോ? ഇന്നിപ്പോ വേറൊരു നിവൃത്തിയും കണ്ടില്ലെങ്കിൽ
സന്ദീപിന്റെ ആതിരയുടെ മാരേജ് സർട്ടിഫിക്കറ്റ് നമ്മൾ കാണിക്കും. അപ്പോൾ വലിയ പ്രശ്നങ്ങൾ നടക്കും. അതൊക്കെ എനിക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. സന്ദീപിനെ കൊണ്ട് ഏതു വിധേനയും അനഘയെ കല്യാണം കഴിപ്പിക്കാൻ കാത്തിരിക്കുന്ന അവന്തികെടുത്തി അതിനൊക്കെ പകരം ചെയ്യുമായിരിക്കും. പക്ഷേ തൻ്റെ ഒരു നിഗമനം തെറ്റാണ്. എത്ര വാശിയുണ്ടെങ്കിലും ഒരു കൊലപാതകം ചെയ്യാനുള്ള മനസ്സൊന്നും ഏട്ടത്തിക്കില്ല. ആ മാനേജർ വിജയെ കൊന്നത് ഞാൻ തന്നെ. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ, കൊല്ലുന്നു ഞാൻ വെറുതെ പറയുന്നതല്ലാന്ന്. അതുകൊണ്ട് നീ നിന്റെ കാര്യം നോക്കി ജീവിക്ക. നല്ല വഴിയിലൂടെ മാത്രം നടക്ക്. എന്റെ വഴി കൊല്ലും കൊലയും രക്തവും ഒക്കെ നിറഞ്ഞതാ. ചിലപ്പോ നമ്മളിത് മുൻകൈ എടുത്ത് നടത്തിയോണ്ട് വലിയൊരു പിണക്കത്തിലേക്ക് ചെന്നെത്തുമായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ആ ദിവസത്തെപ്പറ്റി ഞാൻ ആലോചിക്കാറുണ്ട്. എല്ലാവരും എല്ലാം അറിയുന്ന ദിവസത്തെപ്പറ്റി. അച്ഛൻ ചിലപ്പോൾ എല്ലാം ക്ഷമിച്ചാലും അവന്തികേടത്തിക്ക് അതൊരു വലിയ ഷോക്കായിരിക്കും. അമ്മയുടെ സ്നേഹം തന്ന് ഞങ്ങളെ 3 പേരെ നോക്കിയ ആളായെടുത്തി ആ മനസ്സ് വേദനിപ്പിക്കുന്നതിന് എന്ത് ശിക്ഷയാണോ ഈശ്വരന്റെ കോടതിയിൽ നിന്ന് കിട്ടാൻ പോകുന്നത്? ഏട്ടത്തിയുടെ മനസ്സ് വിഷമിപ്പിക്കരുത്. എനിക്ക് അത്രേ ഉള്ളൂ. എല്ലാം വരും പോലെ വരട്ടെ. അല്ല എന്ത് പറയാന്. ഒരു കാര്യം ഞാൻ അർച്ചനയ്ക്ക് ഉറപ്പ് തരാം. ഇന്ന് ഈ വിവാഹം നിശ്ചയം നടക്കുമെന്ന് ഉറപ്പായാൽ എല്ലാവരുടെ മുന്നിൽ ഞാൻ എല്ലാം പറയും. അതിനുശേഷം വരുന്ന പ്രശ്നങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. അതിനുശേഷം എനിക്കെൻ്റെ അനിയനെ കണ്ടെത്തണം. ഇനി മറ്റൊരു പ്രതീക്ഷ എനിക്കില്ല. തന്നോടൊരു കാര്യം പറയാനുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞതുപോലെയൊക്കെയാണ് നടക്കുന്നതെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ടവരൊക്കെ നമ്മളിൽ നിന്നും അകന്നു പോയെന്ന് വരാം. തൻ്റെ അച്ഛനും അമ്മയും അനൂപേട്ടനും ഉൾപ്പെടെ. നമ്മൾ ഒറ്റപ്പെട്ടു പോയാലും താൻ പിടിച്ചു നിൽക്കണം. ഞാൻ പറഞ്ഞു വന്നെന്താണെന്ന് മനസ്സിലായി സച്ചേട്ടാ. എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ഒന്നും ചെയ്യാനാവില്ലല്ലോ നമുക്ക്. സച്ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളിൽ ചിലതിനോട് എനിക്ക് യോജിക്കാൻ പറ്റിയില്ലെങ്കിലും അവസാനം പറഞ്ഞത് എനിക്ക് വേണ്ടതിലേറെ ധൈര്യം തരുന്നതാ. വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് കരുതിയ സമയത്തൊക്കെ അത് നിസ്സാരമായി മറികടന്ന് പോയിട്ടുണ്ട് നമ്മൾ. അതുപോലെ ഇന്നും ഈശ്വരനൊരു വഴി കാണിച്ചു തരും നമുക്ക്. അഥവാ അങ്ങനെയല്ലെങ്കിൽ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള അവസാനവും ഇന്ന് തന്നെയാവും. എടുത്തി വൃന്ദാവനത്തിലേക്കാണോ? എടുത്തു വരുന്നില്ല നിശ്ചയത്തിന്? ഇല്ല, അങ്ങനൊരു മാനസികാവസ്ഥയിലല്ല ഞാൻ. സന്ദീപും അനഘയെ ഒളിച്ചോടി പോയതുകൊണ്ട് ഇപ്പൊ തന്നെ പല ആളുകൾ ഓരോന്ന് ചോദിച്ചു തുടങ്ങി. ഇനി അവിടെ കൂടെ വന്ന് അവിടെ ഉള്ളവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരവില്ലാതെ നിൽക്കാൻ വയ്യ. നിങ്ങൾ പോയിട്ടോ. അവര് ചോദിച്ചാ പറയണം, ആതിരയ്ക്ക് എന്റെ സകല അനുഗ്രഹങ്ങളും ഉണ്ടാവുന്നു. എന്താ അർച്ചന ഒരു ടെൻഷൻ പോലെ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഏയ് ഒന്നുമില്ല. എന്നാ പിന്നെ ലേറ്റ് ആവണ്ട, രണ്ടാളും ചെല്ല്. എനിക്കൊന്ന് പുറത്തു പോണം. ഞാൻ ഇറങ്ങട്ടെ.
ഏട്ടത്തി ഇത്ര വേഗം പോയോ? സച്ചേട്ടാ ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. സന്ധ്യ ഡോക്ടർ. എന്താടോ, എന്തെങ്കിലും വഴി തെളിഞ്ഞു വരുന്നുണ്ടോ? അല്ല, ഈ നിശ്ചയം മുടക്കാൻ എന്താ വഴിയെന്ന് ആലോചിക്കുകയല്ലേ താൻ? അതിനുള്ള എന്തെങ്കിലും എളുപ്പവഴി തെളിഞ്ഞു വരുന്നുണ്ടോ എന്ന് ചോദിക്കായിരുന്നു ഞാൻ. ഹലോ. ആ ഡോക്ടർ, ഞാനും സച്ചേട്ടനും ഇറങ്ങി. ആണോ? എവിടെ വെച്ച്? ഞാനൊരു കാര്യം ചെയ്യാം, ഞാനിവിടെ ഇറങ്ങാം. ആ ശരി ഡോക്ടർ, ഞാൻ വിളിക്കാം. സച്ചേട്ടാ, എന്നെ ഇവിടെ നിന്ന് ഇറക്കാവോ? താൻ ഇവിടെ ഇറങ്ങി എവിടെ പോവാ? സന്ധ്യ ഡോക്ടറെ വിളിച്ചത്. ഡോക്ടറും വീട്ടിലേക്ക് വരികയാണെന്ന്. അതിനെന്താ? അതിനുമുമ്പ് ഡോക്ടർക്ക് അത്യാവശ്യ സ്ഥലം വരെ പോകാനുണ്ടെന്ന്. ഞാനും കൂടെ ഒന്ന് ചെല്ലാൻ. വണ്ടി ഒന്ന് നിർത്തുവോ? ഇതിനിടയ്ക്ക് താൻ പോയാലെങ്ങനെ? ഞാൻ വേഗം ഡോക്ടറെയും കൂട്ടി അങ്ങോട്ടേക്ക് വരാം. ആ, എങ്കിലും ഒരു കാര്യം ചെയ്യാം. ഡോക്ടർ വരട്ടെ, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് എവിടെ പോകണ്ടെന്ന് വെച്ചാൽ അവിടേക്ക് പോവാം. എന്നിട്ട് നമുക്ക് 3 പേർക്ക് ഒരുമിച്ച് തൻ്റെ വീട്ടിലേക്ക് പോവാം. താനില്ലാതെ ഞാനെങ്ങനെ അവിടെ ചെന്ന് കയറുന്നേ? അതൊന്നും കുഴപ്പമില്ല. നമ്മൾ രണ്ടുപേരും താമസിച്ചാ അമ്മ അച്ഛനൊക്കെ എന്ത് കരുതും? അതുകൊണ്ട് സച്ചേട്ടൻ അങ്ങ് പോയിക്കോ, ഞാൻ വന്നോളാം. ഞാൻ താമസിക്കുമെന്ന് അമ്മയെ വിളിച്ച് പറഞ്ഞോളാം. ശരി, എന്നാ അങ്ങനെ ആവട്ടെ. താൻ വേഗം അങ്ങ് വന്നേക്കണേ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ ഞങ്ങൾ വേഗം വന്നേക്കേ സച്ചേട്ടാ. ഹലോ, സന്ധ്യ ഡോക്ടർ പറഞ്ഞ ആളല്ലേ? എവിടെ എത്തി? ഞാനിവിടെ ജംഗ്ഷനിലുള്ള സൂപ്പർ മാർക്കറ്റിന്റെ ഫ്രണ്ടിൽ നിൽപ്പുണ്ട്. എത്താറായോ? ശരി, ഞാൻ ഇവിടെ തന്നെ നിൽക്കാം. ഓക്കെ. സന്ധ്യ ഡോക്ടർ പറഞ്ഞ ആളല്ലേ? ഡോക്ടർ, ഞാൻ കാറിൽ കയറി. ഇല്ല, സച്ചേട്ടന് സംശയമൊന്നുമില്ല. സച്ചേട്ടനിനി അഥവാ ഡോക്ടറെ വിളിച്ചാലും ഡോക്ടർ ഫോൺ എടുക്കണ്ട. ശരി ഡോക്ടർ, ഞാൻ വിളിച്ചോളാം. ആജയ, ഡോക്ടർ, അവന്തി എടുത്തിയോ? ആ വഴിക്കാ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. നിർത്ത. ഡോക്ടർ, ഞാനിപ്പോ വിളിക്കാം. നീ ഞാൻ പറഞ്ഞ സ്ഥലത്ത് നിന്നാ മതി, ഞാനിപ്പോ തന്നെ എത്തും. അതൊക്കെ വന്നിട്ട് പറയാം. ഓക്കെ. ചേട്ടാ, വണ്ടി എടുത്തോ. ആ വണ്ടിയുടെ പുറകെ പോണേ. വേഗം പോ, വേഗം പോ.
മിടുക്കനായല്ലോ. ഞാൻ മിടുക്കനായതുകൊണ്ടല്ലേ ഇത് വിവാഹ നിശ്ചയം വരെ എത്തിയത്. നിർത്ത ചേട്ടൻ റിവേഴ്സ് എടുത്തേ. ഇവിടെ നിർത്ത്. നീ ഇതുവരെ എന്റെ കൂടെ നിന്നതിനുള്ള ശമ്പളം. ഭഗവാനെ, ഇതുവരെ ഞാൻ ആലോചിച്ച് തീരുമാനിച്ച കാര്യം നീ നടപ്പിലാക്കിക്കൊണ്ടിരുന്നതുകൊണ്ടാ കാര്യങ്ങൾ ഇത്രത്തോളം ആയത്. ഇതുവരെ കാര്യങ്ങൾ വളരെ എളുപ്പമായിരുന്നു. ഇല്ലാത്ത വാർത്ത പറഞ്ഞു വരുത്താൻ വലിയ പാടൊന്നുമില്ലല്ലോ. സന്ദീപും എനക്കെ ഒളിച്ചോടിപ്പോയെന്ന് ഞാൻ പൊടിപ്പും തൊങ്ങലും വെച്ച് പറഞ്ഞപ്പോ സേതുമാധവനും മക്കളും വിശ്വസിച്ചു. മൂത്ത മരുമകളെയും ഏട്ടത്തെയും എല്ലാവർക്കും വിശ്വാസമുള്ളതുകൊണ്ടാ അതെല്ലാം തൊണ്ട തൊടാതെ വിഴുങ്ങിയത്. ആ വിശ്വാസത്തിൽ നിന്ന് വേണം ഇനിയുള്ള ബാക്കി പരിപാടികളെല്ലാം. ഇതിലൊരു കൊനഷ്ടമുള്ളത്, നെല്ലിശ്ശേരിയിലെ അടുക്കള ജോലിക്കാരി വരെ ഞാൻ പറഞ്ഞത് വിശ്വസിച്ചിട്ടും ഇളയ മരുമകൾ അർച്ചന അത് വിശ്വസിച്ചിട്ടില്ല. അത് ഇടയ്ക്കിടയ്ക്ക് എന്നെ അസ്വസ്ഥമാക്കുന്നുണ്ട്. എന്തിന്? ഇതുവരെ കൊണ്ടെത്തിച്ച് നമുക്ക് ഇന്ന് ഒരു ദിവസം കൂടി അർച്ചന അറിയാതെ നോക്കാൻ പറ്റും. പറ്റണം. പറ്റും. അവൾ എന്റെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ചിരിക്കുക, ഈ വിവാഹ നിശ്ചയം നടക്കില്ലാന്ന്. എന്റെ നിശ്ചയം മുടക്കാൻ അവളല്ല, അവളുടെ തന്തയുണ്ടല്ലോ ദയാനന്ദ മാഷ്, എന്റെ ഭാവി അമ്മായിയപ്പൻ. അങ്ങേരെ കൊണ്ടുപോലും നടക്കൂല. എങ്കിലും നീ ഒന്ന് കരുതിയിരുന്നോണോ? അർച്ചന നിശ്ചയം മുടക്കാൻ എന്തെങ്കിലും ശ്രമം നടത്തിയെന്ന് തോന്നിയാ നീ ആതിരാന്ന് പറഞ്ഞവളെ അങ്ങ് പൊക്കണം. എന്നിട്ട് സന്ദീപ് അനഘ ഒളിച്ചോട്ടം പോലൊരു കഥ നമുക്ക് അവരെയും പറഞ്ഞ് വിശ്വസിപ്പിക്കാം. അതൊക്കെ ഞാനേറ്റു. മാഡം നോക്കിക്കോ, ഈ ഭയക്കുന്നത് പോലെ ഒന്നും സംഭവിക്കാൻ പോണില്ല. അല്ല മാഡം, എനിക്കൊരു സംശയം. എൻ്റെ മാതിരയുടെ വിവാഹ നിശ്ചയം ഇന്ന് നടക്കും. സന്ദീപിനെ ഒളിപ്പിച്ച് നിർത്തിയേക്കുന്നു. അനഘയെ ടൂർ പറഞ്ഞു വിട്ടു. എന്നിട്ട് മാഡം തന്നെ പറയുന്നു അവരെ വിവാഹം കഴിപ്പിക്കുന്നു. അവനാണെങ്കിൽ ഇത്രയും അടി കൊണ്ടിട്ടും ആതിരയെ വേണ്ടെന്നും പറയുന്നില്ല, അനഘയെ വേണമെന്നും പറയുന്നില്ല. അവന്റെ സമ്മതമില്ലാതെ എങ്ങനെ നടത്താനാണ് മാഡം ഉദ്ദേശിക്കുന്നത്? അല്ല, എന്നാ മാഡത്തിന്റെ പ്ലാനൊക്കെ നടക്കാൻ പോകുന്നത്? ഇന്ന് എന്റെ പ്ലാനുകളുടെ അവസാന ദിവസം എന്ന്. എന്ന് പറഞ്ഞ ഞാൻ ചുരുക്കി പറഞ്ഞുതരാം. ഒന്നും കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. വൃന്ദാവനം വീട്ടിൽ നിന്റെ ആതിരയുടെ നിശ്ചയം നടക്കുന്ന അതേ മുഹൂർത്തത്തിൽ തന്നെ ഞാൻ അനഘയെ നെല്ലിശ്ശേരിയിലേക്ക് വിളക്കം കൊടുത്ത ആരതി ഒഴിഞ്ഞ് സേതുമാധവന്റെ മരുമകളായിട്ട് നട ചവിട്ടിച്ച് കയറ്റും. അനഘയോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. അനഘ വരുന്ന അതേ സമയത്ത് തന്നെ സന്ദീപിനെ നമ്മുടെ ആളുകൾ അഴിച്ചുവിടും. ഒരിക്കലും അവന് തോന്നില്ല നമ്മളായിട്ടാണ് അവന് രക്ഷപ്പെടാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തതെന്ന്. അങ്ങനെ അവനെ ഓടിച്ചവരൊരു സ്ഥലത്തെത്തിക്കും. അപ്പോഴേക്കും അപ്രതീക്ഷിതമായി അവിടേക്ക് കാറിൽ വരും ഞാനും അനഘയും. അവരെ രക്ഷിച്ചു കൊണ്ടുപോകുന്ന പോലെ അവനെയും അനഘയും നെല്ലിശ്ശേരിയിൽ സേതുമാധവന്റെ മുന്നിൽ കൊണ്ട് നിർത്തും. അപ്പൊ അവൻ പറയില്ലേ ഇതിന്റെയൊക്കെ പിന്നിൽ ഞാനാണെന്നും അനഘയെ ഇഷ്ടമല്ലെന്നും? പറയും. അത് പിന്നെ പറയണമല്ലോ. അവൻ അങ്ങനെ പറയുമ്പോ സന്ദീപിനെ വെച്ച് എന്റെ അനിയത്തിക്കുണ്ടായ ചീത്തപ്പേരിന്റെ വിശദീകരണം ഞാനും തുടങ്ങും.
രേഖയുടെ മാനക്കേടിന്റെയും എന്റെ ഭർത്താവിന്റെ സെന്റിമെന്റ്സിന്റെയും ഞങ്ങൾ അനാഥരാണെന്നുള്ള സ്ഥിരം ക്ലീഷേ ഡയലോഗ് ഞാൻ ഇറക്കും. അതോടെ നെല്ലിശ്ശേരിയിലെ സേതുമാധവൻ ഫ്ലാറ്റ്. പകുതി മനസ്സാവുമ്പോ തന്നെ ഞാൻ സൂക്ഷിച്ചു വെച്ച താലി സന്ദീപിന്റെ നേർക്ക് നീട്ടും. നിവർത്തിയില്ലാതെ അവൻ കെട്ടും. ബാക്കിയൊക്കെ അനക്ക് നോക്കിക്കോളും. അർച്ചന അവിടെ ഇല്ലാത്തതുകൊണ്ട് വേറെ തടസ്സമൊന്നും ഉണ്ടാവില്ല. ഓ, മാഡത്തിന്റെ ബുദ്ധി അപാരം തന്നെ. മാഡം ഒരു സംഭവം തന്നെയാ. ഞാൻ പറഞ്ഞ പോലെയല്ല നീ ചെയ്തില്ലെങ്കിൽ നിന്നെ ഞാനൊരു സംഭവം ആക്കും. എല്ലാം നടക്കും മാഡം. നടത്തിയിരിക്കും ഈ അജയ് ഘോഷ്. അതാരാ? ഞാൻ തന്നെ. അതിനെ ചുരുക്കയിൽ ഈ അജയനാക്കിയത്. അപ്പോ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഒരു പാളിച്ച ഉണ്ടാവരുത്. ഇനി ഒരിക്കൽ കൂടി ആ അർച്ചനയുടെ മുന്നിൽ തലതാഴ്ത്തി നിൽക്കേണ്ടി വരരുത് എനിക്ക്. ഇന്നത്തെ സൂര്യാസ്തമനം ജയം മാത്രമുള്ള ആ പഴയ അവന്തികയുടെ ഉദയം കൂടിയാ. അർച്ചന എന്ന സാധാരണക്കാരി അസ്തമിക്കുന്നിടത്ത് അവന്തിക എന്ന സാമർഥ്യക്കാരി ഉദിച്ചുയരും. എന്നിട്ട് വേണം അവളെ കാൽക്കീഴിലിട്ട് എനിക്ക് ചവിട്ടി അരയ്ക്കാൻ. എന്നാ നീ ചെല്ല്. മുഹൂർത്തം തെറ്റുന്നതിന് മുമ്പ് നീ അവിടെ എത്തണം. എടാ വാടാ. ഞാൻ എത്തിക്കോളാം. അതിനു മുമ്പ് എനിക്ക് ആ സന്ദീപിനൊന്ന് കാണണം. എന്തായാലും അവനിന്ന് അവിടെ നിന്ന് പോവല്ലേ. അവസാനമായി ഒന്ന് കാണുകയും ചെയ്യാം, ഒന്ന് കുത്തണം.